നല്ല പടർന്നു പന്തലിച്ച് വിജൃംഭിച്ച് നിൽക്കുന്ന നല്ലൊരു വഴുതന എനിക്കുണ്ടെങ്കിലും അവിടെ ഇവിടെ ഓരോ കായ മാത്രമായിരുന്നു ഉണ്ടാകുന്നത്. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് ഒരു റിസർച്ച് നടത്തൽ എന്റെ ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരു റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആശാമാര് പോളിനേഷൻ നടത്തണമെങ്കിൽ ചുമ്മാ ഒന്ന് തട്ടിക്കൊടുക്കണം. വിൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബീസിനെ കൊണ്ടാണ് ഇത് പോളിനേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ മന്ദമാരുതൻ വന്നില്ലെങ്കിലോ ഈ പ്രദേശത്തേക്ക് അടുത്തില്ലെങ്കിലോ ഇവരുടെ പോളിനേഷൻ വെരി പുവറായി പോകും. അപ്പൊ നമ്മുടെ വക ഓരോ തട്ട് എല്ലാം കൊണ്ടും നല്ലതാണ്. കാര്യം പരിണാമം വഴി സൊളനേസിയെ ഫാമിലിയിൽ പിറന്നതാണ് മുളകും ടൊമാറ്റോയും വഴുതിനയും പൊട്ടേറ്റോയും ഒക്കെയെങ്കിലും ഇവര് കസിൻസ് ആണല്ലോ എന്നോർത്ത് അടുത്തടുത്ത് നിർത്തിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേപോലത്തെ രോഗം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വേറെ വേറെ ഇടങ്ങളിലേ നിർത്താവുള്ളൂ. അപ്പൊ സൊളനേസിയം ഫാമിലിയുടെ ഈ പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കിയ അന്നു മുതൽ ഞാൻ ഈ വഴുതനയിലും ടൊമാറ്റോയിലും നമ്മുടെ ചില്ലിയിലും വന്ന് ഓരോ തട്ട് രാവിലെ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി. അത് കൂടാതെ ഈ വഴുതിനയ്ക്ക് എപ്പോഴും ഒരു എയർ ഫ്ലോ കിട്ടാനായിട്ട് ഒരുപാട് നിൽക്കുന്ന ഇലകളും സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആർത്തു വരുന്ന കമ്പുകളൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുന്നത് നല്ലതാണത്രേ. ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. മറ്റൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. ഭയങ്കര തീറ്റക്കുതിയന്മാരാണത്രേ. അപ്പൊ വളരുന്ന പ്രായത്തിൽ നൈട്രജനും അത് കഴിഞ്ഞാൽ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഇവർക്ക് ധാരാളം വേണം എക്സ്ട്രാ. കൊടുത്തില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവന്റെ മൂട്ടി പോയി അടിച്ചു മാറ്റിക്കൊണ്ട് പോരും. അതാണ് ഇവരുടെ സ്വഭാവം. ഈ റിസർച്ചിനിടയിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടേറ്റോയും ടൊമാറ്റോയും മുളകും നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് സൗത്ത് നോർത്ത് അമേരിക്കയിലാണത്രേ. അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾ ആണ് ഇതിനെ വളർത്തി സംരക്ഷിച്ച് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. അതേസമയം വഴുതിനെയോ അത് നമ്മൾ ഏഷ്യൻസിന്റെ സ്വന്തമാണത്രേ. പോർട്ടുഗീസുകാരാണത്രേ മുളക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം അവരത് നട്ടത് ഗോവയിലാണ്. അവിടുന്നാണ് പിന്നെ ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചത്. പൊട്ടേറ്റോയും ടൊമാറ്റോയും അവര് തന്നെ കൊണ്ടുവന്നതാണ്. നമ്മുടെ മത്തങ്ങയും അമേരിക്കയിലാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇതേ ഫാമിലിയിൽപ്പെട്ട ഭയങ്കര കൊടിയ വിഷമുള്ള സസ്യങ്ങളും ഉണ്ട്. ഈ പൊട്ടേറ്റോയുടെയും ടൊമാറ്റോയുടെയും ചില്ലിയുടെയും വഴുതിനയുടെ ഒക്കെ പൂവ് എടുത്ത് നാലും കൂടി ഒരുമിച്ച് പിടിച്ച് നോക്കി നോക്കിയേ. കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. നല്ല സ്റ്റാർ പോലെ ഇരിക്കും. 5 പെറ്റൽസ് ആയിരിക്കും, 5 ഫിലമെന്റ്സും ആയിരിക്കും. എന്താലേ ഈ പ്രകൃതിയുടെ ഒരു വികൃതി. പിന്നെ വേറൊരു കാര്യമുള്ളത് പലതരത്തിലുള്ള മുളകുകള്, പലതരത്തിലുള്ള വഴുതിന, പലതരത്തിലുള്ള ടൊമാറ്റോ ഒക്കെ നമ്മൾ അടുത്തടുത്ത് നടുവാണെങ്കിലുണ്ടല്ലോ ക്രോസ് പോളിനേഷൻ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാര്യം ഇവര് സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നവരാണെങ്കിലും ബീസോ ഇൻസെക്ട്സോ ഇവരുടെ പോളിനേഷൻ പരസ്പരം നടത്താനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരേ ചെടിയിൽ നിന്ന് ഒരേപോലത്തെ വിത്ത് നമുക്ക് കിട്ടണമെങ്കിൽ 2 തരം മുളകാണ് നമ്മൾ നട്ടിരിക്കുന്നതെങ്കിൽ അത് 2 സൈഡിൽ നടാനായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിത്ത് ഹൈബ്രിഡ് വിത്തായിരിക്കും. ഞാനീ പറഞ്ഞ കാര്യം സൊളനേസിയ ഫാമിലിക്ക് മാത്രമല്ല ട്ടോ. മിക്കവാറും ചെടികളിലെ എല്ലാ ഫാമിലിക്കും യോജിക്കും. മറ്റൊരു പ്രത്യേകത പൊട്ടേറ്റോയും നമ്മുടെ ഈ ടൊമാറ്റോയും ഉണ്ടായ ശേഷം അധികം താമസിയാതെ നശിച്ചു പോകാറുണ്ട്. അതേസമയം മുളകും വഴുതിനയും 3-4 വർഷം വരെ നിൽക്കും. എനിക്കൊരു കാന്താരിയുണ്ട്. ഇക്കൊല്ലം 7-ാം വർഷത്തിലേക്ക് കിടക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഫ്ലോറിഡയിൽ വൻ തണുപ്പ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇതിൽ 2 എണ്ണം എപ്പോഴും ചട്ടിയിൽ നടാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തണുപ്പ് ഒരു ഭാഗത്തെടുത്ത് വെക്കാം, തണുപ്പ് പോയി കഴിയുമ്പോൾ പുറത്തെടുത്ത് വെക്കാം. നോർത്ത് ഫ്ലോറിഡയിൽ ഇതുപോലെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിയേട്ടിലും മമ്മൂട്ടി പറഞ്ഞ മാതിരിയാണ്. എളുപ്പല്ലാട്ടാ. മുൻപുള്ളവരൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മുമ്പുള്ളവർ മാത്രമല്ല ഇപ്പൊ ഉള്ളവരും നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ കഷ്ടപ്പാടൊന്നൊരു കഷ്ടപ്പാടല്ലാതായി മാറുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ പേരാണ് പാഷൻ. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാഷൻ ആണ് ഇതെങ്കിൽ നമുക്കിതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല. ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ തട്ടിയും മുട്ടിയും ക്ലിയർ ചെയ്തും ഒക്കെ നമ്മുടെ വഴുതനയെ നിർത്തി. അധികം താമസിയാതെ നോക്കുമ്പോ ഉണ്ടല്ലോ, നോക്ക്, നമ്മുടെ വഴുതന നിറയെ കായാണ് സുഹൃത്തുക്കളെ, നിറയെ കായാണ്. അപ്പൊ നമുക്കിനി അടുത്ത റിസർച്ച് ആയിട്ട് പിന്നെ കാണാം.